ഏറ്റുമാനൂർ SMSM പബ്ലിക് ലൈബ്രറിയുടെയും യുവജനവേദിയുടെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും നടത്തി. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് TG വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരതയും ശക്തമായ വായനാ സംസ്കാരവുമുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗ്രന്ഥശാല പ്രസ്ഥാനവും PN പണിക്കരും വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, ആളുകൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് വായിച്ചു പഠിക്കുന്നു. മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ. എന്റെ വീട്ടിൽ 3 കുട്ടികളുണ്ട്. 3 പേർക്ക് പഠിക്കുന്ന 3 മണ്ണെണ്ണ വിളക്ക്, 3 മണ്ണെണ്ണ വിളക്കിനുള്ള മണ്ണെണ്ണമാണ്. വായന എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടാസ്ക്കാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ എളുപ്പത്തിൽ ചിലര് സ്ട്രീറ്റ് ലൈറ്റിൽ പോകും, ചിലര് വെളുപ്പിനെ എഴുന്നേറ്റ് അവിടെ പോയിരുന്നു വായിക്കും. അങ്ങനെ പലതരത്തിലുള്ള വായനയുണ്ട്. അപ്പൊ ഈ വായന എങ്ങനെ നമ്മൾ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പം വീട്ടിലുള്ളവർ പറയുന്നത് പോയി വായിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെവിടെയും പോയിരുന്നു വായിക്കാം, പഠിക്കാൻ പറ്റില്ല. എന്റെ വായന, ഞാൻ വ്യക്തിപരമായി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ വായന വളരെ വ്യത്യസ്തമാണ്. ലൈബ്രറി പ്രസിഡന്റ് G. പ്രകാശ് അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി റിപ്പോർട്ടർ ഹരി ആർ പിഷാരടി വായനാ ദിന സന്ദേശം നൽകി. ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ B. ജയചന്ദ്രൻ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകൻ രാജു കുഡ്ലിൽ അക്ഷരദീപം തെളിയിച്ചു. ഏറ്റുമാനൂർ ഫൈനാൻസ് സൊസൈറ്റി പ്രസിഡന്റും മുൻ ലൈബ്രറി പ്രസിഡന്റുമായ N. അരവിന്ദാക്ഷൻ നായർ പുഷ്പാർച്ചന നടത്തി. ലൈബ്രറി സെക്രട്ടറി രാജീവ് ചിറയിൽ, MK സുഗതൻ, EN ജയകുമാർ, ഡോക്ടർ രാജേഷ് P. മൂസത്ത്, KG ഹരിദാസ്, ഡോക്ടർ വിദ്യ ആർ പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു.